I'm Ennemcien. Welcome to Quantum Mechanics. നമ്മൾ ഷ്രോഡിംഗർ ടൈം ഡിപ്പെൻഡൻ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി ടൈം ഇൻഡിപെൻഡൻ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ടൈം ഡിപ്പെൻഡൻ്റ് ഇക്വേഷൻ ഇതായിരുന്നു: -h cut square by 2m into dou square psi by dou x square plus v psi equals IH cut dou psi by dou t. ഇതിൽ psi is the wave function. ഞാൻ പറഞ്ഞു വേവ് ഇക്വേഷനിലെ ഡിപ്പെൻഡൻ്റ് വേരിയബിളിനെയാണ് വേവ് ഫങ്ഷൻ എന്ന് പറയുക. ഇതിൽ ഈ psi പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇത് രണ്ടും കൂടെ ചേർന്ന ഇക്വേഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്, ഡിറൈവ് ചെയ്തത്. ഇതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം, ഈ psi ഫങ്ഷന്. ഒന്ന്, ടൈമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകം. രണ്ട്, പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. അതിനുവേണ്ടി ഒരു ടെക്നിക്ക് മാത്തമാറ്റിക്സിലുണ്ട്. psi ഓഫ് എക്സ് ടി, എക്സിൻ്റെയും ടിയുടെയും ഫങ്ഷനാണ് psi. അതിൽ ഇത് ക്യാപിറ്റൽ psiയാണ്. സ്മോൾ psi എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടാണെന്നിരിക്കട്ടെ. phi ഓഫ് ടി ടൈമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റായിട്ട് അങ്ങോട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതെടുത്ത് ഈ ടൈം ഡിപ്പെൻഡൻ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? -h cut square by 2m into dou square by dou x square of small psi phi plus v psi phi equals IH cut dou by dou t of psi phi. ഇവിടെ എക്സ് ആണ് ഇവിടുത്തെ ഫാക്ടർ. അപ്പോൾ എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ കമ്പോണൻറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ phi കോൺസ്റ്റൻ്റായിട്ട് മാറും, കാരണം phi ടൈമിൻ്റെ ഫങ്ഷനാണ്. അത് ഇവിടെ കോൺസ്റ്റൻ്റാണ്. മാത്രവുമല്ല, എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സൈയിലോട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിനെ ടോട്ടൽ ഡെറിവേറ്റീവായിട്ട് മാറ്റാം. ഒരു ഫങ്ഷൻ, ഒരു വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻ അല്ലേ. അപ്പോൾ ഡി ബൈ ഡി എക്സ്, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് മാറ്റാം. ഇവിടെ ഫൈ എന്ന് പറയുന്നത് ടൈമിൻ്റെ ഫങ്ഷനാണ്. ഇവിടെ ഡെറിവേറ്റീവ് എടുത്തിരിക്കും ടൈമിൻ്റെയാണ്. അപ്പോൾ psi എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷനാണ്. ഇതൊരു കോൺസ്റ്റൻ്റായിപ്പോൾ അതങ്ങ് പുറത്തെടുക്കാം. എന്നിട്ട് ഈ ടോട്ടൽ ഡെറിവേറ്റീവായിട്ട് ഇതിനെയും മാറ്റാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? -h cut square by 2m into phi പുറത്തെടുത്തു. എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ phi is a constant. അപ്പോൾ ഇൻറ്റു d square psi by dx square plus v psi phi equals IH cut psi d phi by dt. ഇക്വേഷനെ മൊത്തം psi ഇൻറ്റു phi കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -h cut square by 2m ഇൻറ്റു 1 by psi, phi അങ്ങ് വെട്ടിപ്പോവും, ഇൻറ്റു d square psi by dx square പ്ലസ് v equals IH cut into 1 by phi into d phi by dt. ഇവിടെ ഇക്വേഷനിൽ വി പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ മാത്രം ഫാക്ടേഴ്സാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ ടൈമിൻ്റെ മാത്രം ഫാക്ടേഴ്സാണ് വരുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഓരോ സൈഡും ഓരോ കോൺസ്റ്റൻ്റ് ആണെന്ന് അതിൻ്റെ അർത്ഥം. എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങളും ടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകവും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ഘടകങ്ങളും ഏതോ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക്
ഇത് ഓരോ സൈഡിൽ നമുക്കൊരു കോൺസ്റ്റൻ്റായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു 1 by psi d square psi by dx square plus v equals a constant. ഇത് ടൈം ഡിപ്പെൻഡൻ്റാ, പൊസിഷൻ ഡിപ്പെൻഡൻറ്റോ? ദറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇതിനെ സൈ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താട്ട് അപ്പോൾ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m into d square psi by dx square plus v psi equals e psi. ഇതാണ് ഷ്രോഡിംഗർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ. റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ d5/dt ഈക്വൽസ് i e by h cut into 5. ഇതൊരു ഓക്സിലറി ഇക്വേഷനാണ് ഷ്രോഡിംഗറിൻ്റെ. ഈ മുകളിലത്തെ ഇക്വേഷൻ നമുക്ക് എച്ച് സൈ ഈക്വൽസ് ഇ സൈ എന്നെഴുതാം. വേർ എച്ച് സ്റ്റാൻഡ്സ് ഫോർ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി. ഇതൊരു ഓപ്പറേറ്ററാണ്. ഇതിനെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുക. അപ്പോൾ സൈയെ എച്ച് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈ അതുപോലെ തന്നെ കിട്ടും. ഒരു കോൺസ്റ്റൻറ്റ് ഫാക്ടർ പുറത്ത് ചാടുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന ഒരു ഐഗൺ ഓപ്പറേറ്ററാണ്. സൈ ഈസ് ആൻ ഐഗൺ ഫങ്ഷൻ, ഈസ് ദി ഐഗൺ വാല്യൂ. ഞാൻ ഈ പോസ്റ്റ് പറഞ്ഞതായത്. അപ്പോൾ ഇത് ഹാമിൽട്ടോൺ ഓപ്പറേറ്റർ. അപ്പോൾ ഷ്രോഡിംഗർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ പെട്ടെന്ന് ഓർത്തിരിക്കാൻ എച്ച് സൈ ഈക്വൽസ് ഇ സൈ. എച്ച് ഈസ് ദി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കും. ഇതിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൽ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ എന്ന ഇത് സത്യത്തിൽ കൈനറ്റിക് എനർജി ഓപ്പറേറ്ററാണ്. ഇത് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്ററാണ് വി. അപ്പോൾ ടോട്ടൽ എനർജി ഓപ്പറേറ്ററാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എച്ച് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊണ്ട് സൈ ഫങ്ഷൻ, ഈ വേവ് ഫങ്ഷനെ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് നമ്പർ പുറത്ത് കിട്ടി. ഫങ്ഷന് കേടൊന്നും ഉണ്ടായില്ല, ഫങ്ഷൻ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എച്ച് ഒരു ഐഗൺ ഓപ്പറേറ്ററാണ്, സൈ ഒരു ഐഗൺ ഫങ്ഷനാണ്, ഇ ഈസ് ദി ഐഗൺ വാല്യൂ. അപ്പോൾ നമുക്കിനിയും ഈ ഓരോ സിസ്റ്റത്തിനെ, അറ്റോമിക് സിസ്റ്റത്തിനെ പഠിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന് പറ്റിയ ഒരു ഐഗൺ വേവ് ഫങ്ഷൻ ഫോം ചെയ്യുക. എന്നിട്ട് ഐഗൺ ഓപ്പറേറ്റർ വെച്ച്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദി റിക്വയർഡ് റിസൾട്ട്. ഇതാണ് ഷ്രോഡിംഗർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കാണണം, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പോസ്റ്റുലേറ്റ്സ് കാണണം. അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിനെ ഒരു പ്രത്യേക പോസ്റ്റിങ് ഞാൻ ചെയ്യുന്നുണ്ട്. ചില വിപുലമായിട്ടത് പറയാനുണ്ട്. താങ്ക് യു.